ഒരു വ്യക്തി എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഈ കാര്യത്തെപ്പറ്റി നമ്മളെ ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല. സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോ നമ്മൾക്ക് ഇത്തരം അറിവുകൾ ഒരിക്കലും ലഭിക്കുന്നില്ല. അവർ പറയുന്നത് ധാരാളം ധനം സമ്പാദിക്കുക, എന്നിട്ട് സുഖിക്കുക, ഇത് മാത്രമാണ് അവർ പറയുന്നത്. പക്ഷേ യഥാർത്ഥ രീതിയിൽ എങ്ങനെ ജീവിക്കണം എന്ന് ഭഗവത്ഗീതയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദാഹ ആഗമാപായിനോ നിത്യ സ്ഥാം സ്ഥിതിക്ഷുസ്സ ഭാരത. അർജുന, ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിൽ സ്പർശിക്കുന്ന സമയത്ത് നമ്മൾക്ക് ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം ഇവ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് വന്നും പോയിക്കൊണ്ടിരിക്കുന്നതുമാണ്, അനിത്യമാണ്. അതിനെ നീ സഹിക്കുക എന്നാണ് പറയുന്നത്. നമ്മൾക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്. ആറാമത്തെ ഒരു ഇന്ദ്രിയം എന്ന് പറയുന്നത് മനസ്സാണ്. പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം: കണ്ണ്, മൂക്ക്, നാവ്, ചെവി, ത്വക്ക്. ഈ 5 ഇന്ദ്രിയങ്ങളും വിഷയങ്ങളിൽ സ്പർശിക്കുന്ന സമയത്ത് നമ്മൾക്ക് അതുമൂലം സുഖവും ദുഃഖവും അതേപോലെ തന്നെ ശീതവും ഉഷ്ണവും എല്ലാം അനുഭവിക്കുന്നു. പക്ഷേ അവയുടെ സ്വഭാവത്തെ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ നോക്കിയാണ് നമ്മൾക്കൊരു കാര്യം മനസ്സിലാകും: മാത്രാസ്പർശാസ്തു കൗന്ദേയ. അതായത് ഈ അനുഭവങ്ങളെല്ലാം ഒരു ക്ഷണം മാത്രമേ നമ്മൾക്ക് നിൽക്കുന്നുള്ളൂ. അതായത് അനുഭവങ്ങളെ വളരെ സൂക്ഷ്മദൃഷ്ടിയാ നമ്മൾ നോക്കുന്ന സമയത്ത്, ധ്യാനത്തോടുകൂടി നമ്മൾ നോക്കുന്ന സമയത്ത്, ആ സമയത്ത് മാത്രമേ ഈ സത്യം നമ്മൾക്ക് മനസ്സിലാകുകയുള്ളൂ. അതായത് ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം, ഈ അനുഭവം എന്താണ്? ഈ അനുഭവത്തെ നമ്മൾ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അത് വെറും ഒരു തരംഗമാണ് നമ്മൾക്ക് മനസ്സിലാകും. അതായത് സുഖത്തിൻ്റെ ഒരു തരംഗം വന്നു, നിന്നു, നഷ്ടമായി. അങ്ങനെ വളരെ ശീഘ്രഗതിയിൽ, അതായത് ഒരു സെക്കൻഡിൽ കോടാനുകോടി തരംഗങ്ങളാണ് ഈ സുഖം, ദുഃഖം, ഈ രീതിയിൽ നമ്മൾ അനുഭവിക്കുന്നത്. ആ തരംഗങ്ങൾ ഉണ്ടാകുന്നു, നഷ്ടമാകുന്നു, ഉണ്ടാകുന്നു, നഷ്ടമാകുന്നു. എത്ര വലിയ സുഖമാണെങ്കിലും അത് ആത്യന്തികമായി നഷ്ടമാകുക തന്നെ ചെയ്യും. അതേപോലെ തന്നെ എത്ര വലിയ ദുഃഖമാണെങ്കിലും അത് ആത്യന്തികമായിട്ട് നഷ്ടമാകുക തന്നെ ചെയ്യും. സുഖം നഷ്ടമാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ദുഃഖമായിരിക്കും വരിക. അതേപോലെ തന്നെ ദുഃഖം നിന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും സുഖമായിരിക്കും വരിക. പക്ഷേ ഇവയുടെ സ്വഭാവം എന്താണ്? ഇവ ഒരിക്കലും നിത്യമല്ല. എത്ര വലിയ സുഖത്തിൻ്റെ അനുഭവമായാലും അതിനെ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയാണെങ്കിൽ, ധ്യാനാവസ്ഥയിൽ വീക്ഷിക്കുകയാണെങ്കിൽ, ആ സുഖം എന്ന് പറയുന്നത് വെറും ഒരു തരംഗമാണ്, അല്ലെങ്കിൽ ഒരു അനുഭവത്തിൻ്റെ തരംഗ രീതിയിലുള്ള അവസ്ഥയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാവും. അതായത് സുഖത്തിൻ്റെ ഓരോ തരംഗങ്ങൾ വരുന്നു, നഷ്ടമാകുന്നു. ഈ രീതിയിലാണ് സുഖം നമ്മൾ അനുഭവിക്കുന്നത്. ഈ ലോകത്തിൽ നിത്യമായിട്ടുള്ള, അതായത് എന്നെന്നും നിലനിൽക്കുന്ന ഒരു സുഖം ഇല്ല. ഈ ഭൗതിക ലോകത്ത് നമ്മൾ എന്തനുഭവിക്കുന്നുവോ അത് തരംഗ രൂപത്തിലുള്ളതാണ്. അത് മാറുക തന്നെ ചെയ്യും. അത് കണ്ണിലുള്ള സുഖമായാലും ശരി, മൂക്കിലുള്ള സുഖമായാലും ശരി, ചെവിയുള്ള സുഖമായാലും ശരി, നാവിലുള്ള സുഖമായാലും ശരി, ശരീരത്തിലുള്ള സുഖമായാലും ശരി. ഉദാഹരണത്തിന് നമ്മൾ മധുരമുള്ള ഒരു ലഡ്ഡു കഴിക്കുകയാണ്. ആദ്യം കഴിക്കുന്ന സമയത്ത് നമ്മൾക്ക് വളരെയധികം സ്വാദുണ്ടാകുന്നു. രണ്ടാമത്തെ ലഡ്ഡു കഴിക്കുന്നു, മൂന്നാമത്തെ ലഡ്ഡു കഴിക്കുന്നു. ഓരോ പ്രാവശ്യം കഴിക്കും തോറും അതിൻ്റെ സ്വാദ് ഇല്ലാതാകുന്നു. അവസാനം നമ്മൾക്ക് അതിനോട് ഒരു വിരക്തിയായിരിക്കും വരിക, തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത്. അതുകൂടാതെ മറ്റൊരു രഹസ്യം എന്ന് പറയുന്നത്, ഒരു സുഖത്തെയും നമ്മൾക്ക് പിടിച്ചു വയ്ക്കാൻ സാധിക്കുകയില്ല. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് സ്പർശിക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മൾക്ക് ആ സുഖം അനുഭവപ്പെടുന്നത്. ആ സ്പർശനം നിന്നു കഴിഞ്ഞാൽ ആ സുഖവും ഇല്ലാതാകുന്നു. ആ സുഖത്തിൻ്റെ ജീവൻ അത്രമാത്രമേ ഉള്ളൂ. അതായത് നാവിൽ സ്വാദുള്ള ഒരു ഭക്ഷണം സ്പർശിക്കുന്ന സമയത്ത് മാത്രമേ ആ രസം എന്ന് പറയുന്ന, ആ സ്വാദ് എന്ന് പറയുന്ന സുഖം നമ്മൾ അനുഭവിക്കുകയുള്ളൂ. ആ ഭക്ഷണം നാവിൽ നിന്ന് ആമാശയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സുഖം നഷ്ടമായി. പലരും പറയാറുണ്ട്, എനിക്ക് ആ കാഴ്ച കണ്ടപ്പോൾ വളരെയധികം സുഖമുണ്ടായി, അല്ലെങ്കിൽ ആ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സുഖം തോന്നി എന്നെല്ലാം പറയാറുണ്ട്. പക്ഷേ ഈ അനുഭവത്തെ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് നമ്മൾ വിശകലനം ചെയ്തിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് നിത്യമായിട്ടുള്ളൊരു സുഖമായിട്ടല്ല നമ്മൾ അനുഭവിക്കുക. ഓരോ ക്ഷണവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സുഖമായിട്ടാണ് നമ്മൾക്ക് അനുഭവപ്പെടുന്നത്. അതായത് തരംഗ രൂപത്തിലുള്ള ഒരു തരംഗം, അതിനെയാണ് നമ്മൾ സുഖമെന്ന് പറയുന്നത്. അതിൻ്റെ സ്വഭാവം എന്താണ്? മാറ്റം. അതുകൂടാതെ ഈ സുഖം അനുഭവിക്കുന്നത് ഒരു മൈക്രോ സെക്കൻഡിലും വളരെയധികം താഴ്ന്ന സമയത്തേക്ക് മാത്രമാണ്. പക്ഷേ തുടർച്ചയായിട്ട് നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് അത് നമ്മുടെ മനസ്സിലൊരു ഭ്രാന്തി ഉണ്ടാകുന്നു, ഇത് നിത്യമായിട്ടുള്ളൊരു സുഖമാണ് എന്ന്. അതായത് നമ്മൾ ടി വിയിൽ ഒരു ചിത്രം കാണുന്ന സമയത്ത്
അതിൽ നമ്മൾ ആഹ്ലാദിക്കുകയും ദുഃഖിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായിട്ടുള്ള ഒരു സത്യം അത് വെറും ഒരു ഇലക്ട്രോൺ ബീം മാത്രമാണ്. അത് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് അത് നമ്മൾക്കൊരു ചിത്രത്തിൻ്റെ ഒരു ഭ്രാന്തി ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഈ തരംഗം വളരെ പെട്ടെന്ന് ഉണ്ടാകുകയും ഇല്ലാതാകുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾക്കതിൻ്റെ ശരിയായിട്ടുള്ള സ്വഭാവത്തെ ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല. അതൊരു സുഖമാണ് എന്ന് നമ്മൾ കരുതുന്നു. അപ്പോൾ ഏതെല്ലാം സമയത്ത് സുഖം വരുന്നുവോ ആ സുഖത്തെ പിടിച്ചു വയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, അത് നഷ്ടപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പ്രകൃതിയുടെ സ്വഭാവം എന്ന് പറയുന്നത് വീണ്ടും മാറ്റം തന്നെയാണ്. എത്ര വലിയ സുഖം ആണെങ്കിലും അത് മാറുന്ന സമയത്ത് നമ്മൾക്ക് ദുഃഖം തന്നെ ഉണ്ടാകുന്നു. അതിനാൽ എത്ര തന്നെ ആസക്തിയുണ്ടോ അത്ര തന്നെ ദുഃഖം ഉണ്ടാകും. അതുകൂടാതെ ഇവിടെ പറയുന്നത് ഒരിക്കലും സുഖം വന്നു കഴിഞ്ഞാൽ സന്തോഷിക്കാനും ദുഃഖം വന്നു കഴിഞ്ഞാൽ ദുഃഖിക്കാനുമല്ല കൃഷ്ണൻ പറയുന്നത്. അത് വന്നും പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അർജുന. അതിനാൽ അതിനെ തിതിക്ഷസ്വ, അതിനെ സഹിക്കണം എന്നാണ് പറയുന്നത്. അതായത് അതിനോട് ആസക്തിയില്ലാതെ അതിനെ സഹിക്കുക. സുഖം വരുന്ന സമയത്ത് ആഹ്ലാദിക്കുകയും ദുഃഖം വരുന്ന സമയത്ത് പൊട്ടിക്കരയുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്പിരിച്വലായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ദുഃഖം വരുന്ന സമയത്തും സുഖം വരുന്ന സമയത്തും അത് അനിത്യമാണ്, മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ സഹിക്കുകയാണെങ്കിൽ അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ജീവൻ ജീവിക്കുന്നത്. സുഖം വരുന്ന സമയത്ത് നമ്മൾ അതിനെ തള്ളി മാറ്റാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. അതിനെ സഹിക്കുക. കാരണം അത് മാറിക്കൊണ്ടിരിക്കുന്ന കാര്യമാണെന്ന് നമ്മൾക്കറിയാം. അപ്പോൾ അതിനോട് ആസക്തി ഉണ്ടാകുന്നതല്ല. അപ്പോൾ ആ സുഖം മാറി ദുഃഖം വരുന്ന സമയത്ത് നമ്മൾക്ക് ദ്വേഷവും ഉണ്ടാകുന്നില്ല. ആ സമയത്ത് നമ്മൾക്കറിയാം ഇതും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിനെയാണ് ബുദ്ധൻ അനിത്യം എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളുടെയും സ്വഭാവം ഈ അനിത്യം തന്നെയാണ്. അത് ദുഃഖമാണ്, അത് അനാത്മമാണ് എന്ന് ബുദ്ധൻ പറയുന്നു. അതായത് ഞാനല്ല, എൻ്റെയല്ല. അതുതന്നെയാണ് കൃഷ്ണൻ ഇവിടെ പറയുന്നത്. അതിനാൽ അതിനെ നീ സഹിക്കുക. ജീവിതത്തിൽ സുഖം വരും, ദുഃഖം വരും. സുഖം വരുന്ന സമയത്ത് അമിതമായിട്ട് ആഹ്ലാദിക്കുന്നതും ദുഃഖം വരുന്ന സമയത്ത് അതിയായിട്ട് ദുഃഖിക്കുന്നതും ശരിയായിട്ടുള്ളൊരു വ്യക്തിയുടെ സ്വഭാവമല്ല. അതിനാൽ ശരിയായിട്ടുള്ളൊരു വ്യക്തി ഈ കാര്യങ്ങളെ സഹിക്കണം എന്നാണ് പറയുന്നത്. ധ്യാന സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സുഖം എന്ന് പറയുന്നത് വെറും ഒരു തരംഗമാണ്, മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് നമ്മൾക്ക് മനസ്സിലാക്കും. അപ്പോൾ അതിനോട് നമ്മൾ അമിതമായിട്ടുള്ള ആസക്തി വയ്ക്കുന്നില്ല. അപ്പോഴാണ് നമ്മൾ ശരിയായിട്ട് ജീവിക്കാൻ പഠിക്കുന്നത്. ഇതാണ് ഭഗവത്ഗീത നമ്മൾക്ക് തരുന്ന സന്ദേശം.